അപ്രതീക്ഷിതം, വളരെ അപ്രതീക്ഷിതം. ആ മനുഷ്യനെ ആരും വില കുറച്ച് കാണരുതായിരുന്നു. 10-15 സീറ്റ്, അത്ഭുതങ്ങൾ സംഭവിച്ചാൽ ചിലപ്പോൾ പ്രതിപക്ഷ നേതാവ്. ഇതായിരുന്നു വോട്ടെണ്ണലിന് തൊട്ട് മുൻപ് വരെ എതിർകക്ഷികളും മാധ്യമ പ്രവർത്തകരും പറഞ്ഞുകൊണ്ടിരുന്നത്. എക്സിറ്റ് പോളുകളിൽ ഒരെണ്ണം മാത്രമാണ് അയാളെ അനുകൂലിച്ചത്. എന്നിട്ടും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇതുവരെ കാണാത്ത ഒരു വമ്പൻ ട്വിസ്റ്റ് നടത്തി അയാൾ അധികാരത്തിലേക്ക്. അതെ, ജോസഫ് വിജയ് ചന്ദ്രശേഖർ ഇനി തമിഴ്നാട് ഭരിക്കും. ഒരുപാട് നാൾ കൊണ്ടു നടന്ന തലപതി എന്ന പട്ടം ഇനി അദ്ദേഹത്തിന് അഴിച്ചുവെക്കാം. ഇനി മുതൽ മുതലമൈച്ചർ വിജയ്. TVK എന്ന വിജയിയുടെ പാർട്ടിയെ ജനങ്ങൾ കണ്ടു തുടങ്ങിയിട്ട് 1-2 വർഷമായിട്ടേ ഉള്ളൂ. എന്നാൽ വിജയ് ഈ ദിവസത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടങ്ങിയിട്ട് വർഷങ്ങളായി. സിനിമയും രാഷ്ട്രീയവും ഇടകലർന്നിരിക്കുന്ന തമിഴ്നാട്ടിൽ ജനപ്രീതിയുള്ള ഒരു നേതാവിനോളം വലുതല്ല ഒരു പാർട്ടിയും ഒരു പ്രത്യയശാസ്ത്രവും എന്ന് അടിവരയിടുന്നതാണ് തമിഴ്നാട്ടിലെ ജനവിധി. പണ്ട് MGR ഉണ്ടാക്കിയ നേട്ടമൊന്നും ഇന്നത്തെ സാഹചര്യത്തിൽ വിജയ്ക്ക് സാധ്യമാകില്ല എന്ന് തീർത്ത് പറഞ്ഞവർക്ക് മുന്നിൽ 107ഓളം സീറ്റ് നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറി വിജയിയുടെ TVK. ഭരണത്തിലേറാൻ ഇനി കേവല ഭൂരിപക്ഷം തികയ്ക്കണം. അതിന് 10-12 സീറ്റുകൾ മാത്രം മതി. അതും വരും ദിവസങ്ങളിൽ ഏതെങ്കിലും പാർട്ടിയെ ചേർത്ത് പിടിച്ച് വിജയ് നേടിയെടുക്കുകയും ചെയ്യും. എന്നാലും ഒരു സംശയം ബാക്കി. വോട്ടെണ്ണൽ ദിനം വരെ വിജയിയുടെ വിജയം ഒന്ന് ഗസ് ചെയ്യാൻ പോലും ആരും മെനക്കെട്ടില്ല എന്നുള്ളതാണ്. ആ മനുഷ്യനെ ആരും ഒട്ടും മനസ്സിലാക്കിയിരുന്നില്ലേ? അതോ ആ മനുഷ്യന്റെ ആ മണ്ണിലുള്ള സ്വാധീനം വെറും തിയേറ്ററുകളിൽ മാത്രം ഒതുങ്ങും എന്ന് കരുതിയോ? വിജയ് എന്ന തലപതിയിൽ നിന്നും തമിഴ്നാടിന്റെ രാഷ്ട്രീയ നായകനിലേക്കുള്ള ദൂരം അദ്ദേഹം വളരെ ആസൂത്രിതമായി തന്നെയാണ് പിന്നിട്ടത്. ഇതിനായുള്ള കരുനീക്കങ്ങൾ അദ്ദേഹം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, മറിച്ച് കഴിഞ്ഞ 1.5 പതിറ്റാണ്ടിലേറെയായി തന്റെ സിനിമകളിലൂടെയും അല്ലാതെയും അദ്ദേഹം ഇതിനായി കൃത്യമായ പശ്ചാത്തലം ഒരുക്കുകയായിരുന്നു. ആദ്യകാലങ്ങളിൽ പ്രണയനായകനായും ആക്ഷൻ ഹീറോ ആയും ആരാധക മനം കവർന്ന വിജയ് തന്റെ കരിയറിന്റെ 2ാം പകുതിയിൽ സിനിമകളെ രാഷ്ട്രീയ ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ള ആയുധമായാണ് ഉപയോഗിച്ചത്. തുപ്പാക്കി മുതൽ ദി ഗോട്ട് വരെ നീളുന്ന അദ്ദേഹത്തിന്റെ സിനിമാ യാത്രയിൽ കഥാപാത്രങ്ങളുടെ സംഭാഷണങ്ങളിലും ശരീരഭാഷയിലും വന്ന മാറ്റം ഇതിന് തെളിവാണ്. പ്രത്യേകിച്ച് കത്തി എന്ന ചിത്രത്തിലൂടെ കോർപ്പറേറ്റുകൾക്കെതിരെയും കർഷകർക്ക് വേണ്ടിയും ശബ്ദമുയർത്തിയ വിജയ് മെർസൽ എന്ന സിനിമയിൽ GSTയെയും ആരോഗ്യരംഗത്തെ അഴിമതിയെയും കടന്നാക്രമിച്ചു. സർക്കാർ എന്ന സിനിമയാകട്ടെ ഒരു രാഷ്ട്രീയ പാഠപുസ്തകം പോലെയാണ് അവതരിപ്പിക്കപ്പെട്ടത്. അഴിമതി നിറഞ്ഞ ഭരണകൂടത്തെ എങ്ങനെ താഴെ ഇറക്കാം എന്നതിനെ കുറിച്ച് ഈ സിനിമ സംസാരിക്കുമ്പോൾ അത് വെറുമൊരു തിരക്കഥയല്ലെന്നും തന്റെ ഭാവി പരിപാടികളുടെ തുടക്കമാണെന്നും അദ്ദേഹം ലോകത്തെ അറിയിക്കുകയായിരുന്നു. ഓരോ സിനിമയുടെയും ഓഡിയോ ലോഞ്ചുകളിൽ അദ്ദേഹം നടത്തിയിരുന്ന പ്രസംഗങ്ങൾ തന്റെ ലക്ഷ്യം മുഖ്യമന്ത്രി പദമാണെന്ന് പരോക്ഷമായി സൂചിപ്പിക്കുന്നതായിരുന്നു. അഴിമതിക്കെതിരെയും ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയും അദ്ദേഹം നടത്തിയ ഓരോ പ്രസംഗവും ആരാധകരെ ആവേശം കൊള്ളിച്ചു. സിനിമയ്ക്ക് പുറത്ത് വിജയ് മക്കൾ ഇയക്കം എന്ന തന്റെ ആരാധക സംഘടനയെ കൃത്യമായ രാഷ്ട്രീയ ചട്ടക്കൂടിലേക്ക് അദ്ദേഹം മാറ്റിയെടുത്തു. വെറുമൊരു ഫാൻസ് ക്ലബ് എന്നതിലുപരി പാവപ്പെട്ടവർക്ക് ഭക്ഷണം എത്തിക്കാനും കുട്ടികൾക്ക് പഠന സഹായം നൽകാനും രക്തദാന ക്യാമ്പുകൾ സംഘടിപ്പിക്കാനും ഈ സംഘടനയെ അദ്ദേഹം ഉപയോഗിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ തന്റെ പ്രതിനിധികളെ മത്സരിപ്പിക്കുകയും മികച്ച വിജയം നേടിയെടുക്കുകയും ചെയ്തു. ഇതിലൂടെ ജനങ്ങൾക്കിടയിലുള്ള തന്റെ സ്വീകാര്യത അദ്ദേഹം അളന്നു. 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും മികച്ച വിജയം നേടുന്ന കുട്ടികളെ നേരിട്ട് കണ്ട് ആദരിക്കുന്ന ചടങ്ങിലൂടെ പുതിയ തലമുറയിലെ വോട്ടർമാരെ സ്വാധീനിക്കാനും പെരിയാറിനെയും അംബേദ്കറെയും വായിക്കാൻ അവരെ ഉപദേശിക്കാനും അദ്ദേഹം മറന്നില്ല. തമിഴ് വെട്രി കഴകം എന്ന പാർട്ടി പ്രഖ്യാപിച്ചത് ഈ നീണ്ട തയ്യാറെടുപ്പുകളുടെ സ്വാഭാവികമായ അന്ത്യം മാത്രമാണ്. തമിഴ്നാട് രാഷ്ട്രീയത്തിലെ വലിയ വിടവ് നികത്താൻ തനിക്ക് കഴിയുമെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് സിനിമയിലെ തന്റെ കരിയർ പോലും വേണ്ടെന്ന് വെച്ചാണ് അദ്ദേഹം ഈ ദൗത്യത്തിലേക്ക് ഇറങ്ങുന്നത്. ഇത് കേവലം ഒരു താരത്തിന്റെ മോഹം മാത്രമായിരുന്നില്ല, മറിച്ച് ദശകങ്ങൾ നീണ്ട ഒരു രാഷ്ട്രീയ മാസ്റ്റർ പ്ലാനിന്റെ വിജയകരമായ പരിസമാപ്തി കൂടിയായിരുന്നു. തനിക്ക് പിന്നിൽ അണിനിരക്കാൻ കോടിക്കണക്കിന് ജനതയുണ്ടെന്ന് മാസ്റ്റർ സിനിമയിലെ ഒരു ഡയലോഗുണ്ട്. തന്റെ കൂടെയുള്ള ആരാധക വൃന്ദത്തെ ഒന്നായി വോട്ടേഴ്സ് ആക്കി മാറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. വിജയ് നടത്തുന്ന രാഷ്ട്രീയ പരിപാടികളിൽ അണിനിരക്കുന്ന ജനങ്ങൾ മൊത്തം ആരാധകരാണെന്നും അവയൊക്കെ വിജയ് എന്ന താര ശരീരത്തോടുള്ള ആരാധന കാരണം എത്തുന്നവരാണെന്നും ഇതൊന്നും ഒരിക്കലും വോട്ടായി മാറില്ലെന്നും കരുതി സ്വയം ആശ്വസിച്ചും അത് പ്രഖ്യാപിച്ചുമാണ് എതിർകക്ഷികൾ മുന്നോട്ട് പോയത്. കമലഹാസൻ ഈയിടെയും അത് ആവർത്തിക്കുകയുണ്ടായി, കൂട്ടം വോട്ടായി മാറില്ല എന്ന്. എതിർകക്ഷികൾ എല്ലാവരും തന്നെ വിജയിയുടെ സ്വാധീന ശക്തിയെ പാടെ അവഗണിച്ചു കളഞ്ഞു. തമിഴ്നാട്ടിലെ ഗ്രൗണ്ട് റിയാലിറ്റി അറിയാതെ കേരളത്തിലെ ഭൂരിപക്ഷം രാഷ്ട്രീയ നിരീക്ഷകരും ഇതുതന്നെ പറഞ്ഞു. വ്യക്തമായ ഒരു രാഷ്ട്രീയ അടിത്തറയോ പ്രത്യയശാസ്ത്രത്തിന്റെ പിൻബലമോ ഇല്ലാതെ ജനങ്ങൾ വിജയിയുടെ ഗ്ലാമർ മാത്രം കണ്ട് വോട്ട് കുത്തില്ല എന്നും പലരും വീമ്പു പറഞ്ഞു.
എന്നാൽ തനിക്കായി അണിനിരന്ന ആൾക്കൂട്ടം എന്നത് വെറും കാഴ്ചക്കാരുടെ കൂട്ടമല്ലെന്നും അത് മാറ്റം ആഗ്രഹിക്കുന്ന ഒരു വലിയ ജനവിഭാഗത്തിന്റെ പിന്തുണയാണെന്നും അദ്ദേഹം തെളിയിച്ചിരിക്കുന്നു. തമിഴ് രാഷ്ട്രീയത്തിലെ പരമ്പരാഗത വടംവലികൾക്കിടയിൽ തന്റെ സ്വാധീന ശക്തിയെ വില കുറച്ച് കണ്ടവർക്ക് മുന്നിൽ ക്രിയാത്മകമായ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ അദ്ദേഹം അവിസ്മരണീയമായ ഒരു മുന്നേറ്റം തന്നെ നടത്തിയിരിക്കുന്നു. ഈ വിജയം വ്യക്തമാക്കുന്നത് വിജയ് എന്ന നേതാവിലുള്ള ജനങ്ങളുടെ വിശ്വാസം തന്നെയാണ്. വർഷങ്ങളായി തുടരുന്ന രാഷ്ട്രീയ സമവാക്യങ്ങളെ തകർക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. യുവാക്കളുടെയും താഴെത്തട്ടിലുള്ള സാധാരണക്കാരുടെയും ആവശ്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി നടത്തിയ പ്രവർത്തനങ്ങൾ ഫലം കണ്ടു. തന്റെ ലക്ഷ്യബോധത്തിലും ആസൂത്രണത്തിലും വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ട് പോയതാണ് ഈ വിജയത്തിന്റെ അടിസ്ഥാനം. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ വിജയ് ഒരു നിസ്സാരക്കാരനാണെന്ന് കരുതിയവർക്ക് ഇന്ന് അദ്ദേഹം തമിഴ് മണ്ണിലെ നിർണായക ശക്തിയാണെന്ന് സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു. സിനിമയിലെ കയ്യടികൾ പോളിംഗ് ബൂത്തിലെ വോട്ടുകളായി മാറിയ ഈ നിമിഷം തമിഴ് രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായത്തിന്റെ തുടക്കമാണ്. ഭരണം പിടിക്കാനോ സ്വാധീനം ഉറപ്പിക്കാനോ കഴിയില്ലെന്ന് പ്രവചിച്ചവർക്ക് മുന്നിൽ ജനഹിതം തന്റെ കൂടെയാണെന്ന് വിജയ് ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നു. DMK പോലെയുള്ള ശക്തമായ അടിത്തറയുള്ള കക്ഷികൾ അധികാരം നിലനിർത്തുമെന്ന് ഭൂരിഭാഗം എക്സിറ്റ് പോളുകളും പ്രവചിച്ചപ്പോൾ വിജയിയുടെ വിജയം ആർക്കും മുൻകൂട്ടി കാണാൻ കഴിയാതിരുന്നത് പ്രധാനമായും തമിഴ്നാട്ടിലെ നിശബ്ദ വോട്ടർമാരുടെ സ്വാധീനം കൊണ്ടാണ്. പരമ്പരാഗത രാഷ്ട്രീയ നിരീക്ഷകർ പലപ്പോഴും ഫാൻസ് അസോസിയേഷനുകളെയും സിനിമാ ആരാധകരെയും രാഷ്ട്രീയമായി സംഘടിക്കാത്ത ഒരു കൂട്ടമായാണ് കണക്കാക്കിയിരുന്നത്. എന്നാൽ ഈ ആൾക്കൂട്ടം കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ വോട്ട് രേഖപ്പെടുത്തിയത് എക്സിറ്റ് പോൾ സർവേകളുടെ കണക്കുകൂട്ടലുകളെ പാടെ തെറ്റിച്ചു. DMK, AIADMK എന്നീ രണ്ട് വൻമരങ്ങൾക്കിടയിൽ മൂന്നാമതൊരു ശക്തിക്ക് ഇടമില്ലെന്ന കാലഹരണപ്പെട്ട ചിന്താഗതിയാണ് പ്രവചനങ്ങളെ പരാജയപ്പെടുത്തിയത്. വിജയിയുടെ പ്രവർത്തന ശൈലിയിലെ രഹസ്യാത്മകതയും ഇതിനൊരു കാരണമായി. ആർഭാടപൂർണമായ റാലികളെക്കാൾ ഉപരിയായി ഓരോ വാർഡുകളിലും ബൂത്ത് തലത്തിലും വിജയ് ആരാധകർ നടത്തിയ ചിട്ടയായ പ്രവർത്തനങ്ങൾ പലപ്പോഴും മാധ്യമങ്ങളുടെ കണ്ണിൽപ്പെട്ടില്ല. ആദ്യമായി വോട്ട് ചെയ്യുന്ന യുവതലമുറയുടെ വലിയൊരു വിഭാഗം തമിഴ്നാട്ടിലെ മാറ്റത്തിനായി വിജയിയെ തെരഞ്ഞെടുത്തത് സർവേകൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ദ്രാവിഡ രാഷ്ട്രീയത്തിലെ കുടുംബവാഴ്ചയ്ക്കും അഴിമതിക്കുമെതിരെ ഒരു പുതിയ ബദൽ ആഗ്രഹിച്ച ജനവിഭാഗം തങ്ങളുടെ തീരുമാനം പരസ്യമായി പ്രകടിപ്പിക്കാതെ പോളിംഗ് ബൂത്തിൽ തീർപ്പ് കൽപ്പിച്ചു. തെരഞ്ഞെടുപ്പിന് മുൻപ് നടന്ന പ്രകടനങ്ങളെക്കാൾ വിജയിയുടെ പ്രസംഗങ്ങളിലെ രാഷ്ട്രീയ പക്വതയും ദളിത് പിന്നോക്ക വിഭാഗങ്ങൾക്കിടയിൽ അദ്ദേഹം നടത്തിയ സ്വീകാര്യതയുമാണ് പ്രവചനാതീതമായ ഈ വിജയത്തിന് പിന്നിലെ പ്രധാന ഘടകങ്ങൾ. ചുരുക്കത്തിൽ രാഷ്ട്രീയ ഗണിതശാസ്ത്രത്തെക്കാൾ ജനങ്ങളുടെ വൈകാരികമായ മാറ്റത്തിനുള്ള ആഗ്രഹമാണ് വിജയിയെ വിജയപീഠത്തിൽ എത്തിച്ചത്. വിജയ് തന്റെ പ്രസംഗങ്ങളിലൂടെ സ്റ്റാലിനെയും DMK സർക്കാരിനെയും നേരിട്ട് പേരെടുത്ത് വിമർശിച്ചപ്പോഴും സ്റ്റാലിൻ പുലർത്തിയ മൗനം വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമായിരുന്നു. വിജയിയെ ഒരു രാഷ്ട്രീയ എതിരാളിയായി പരസ്യമായി അംഗീകരിക്കുന്നത് അദ്ദേഹത്തിന് അനാവശ്യമായ പ്രാധാന്യം നൽകുമെന്നും ദ്രാവിഡ രാഷ്ട്രീയത്തിലെ അധികായരായ DMKക്ക് തുല്യമായ പദവിയിലേക്ക് വിജയിയെ ഉയർത്തുമെന്നും സ്റ്റാലിൻ കരുതിയിരുന്നു. വിജയിയുടെ വിമർശനങ്ങൾക്ക് മറുപടി നൽകാതിരിക്കുന്നതിലൂടെ അദ്ദേഹം തന്റെ രാഷ്ട്രീയ പാരമ്പര്യത്തിനും ഭരണ പരിചയത്തിനും താഴെയുള്ള ഒരാളാണെന്ന സന്ദേശമാണ് സ്റ്റാലിൻ നൽകാൻ ശ്രമിച്ചത്. ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ പുതിയതായി രാഷ്ട്രീയത്തിലേക്ക് വരുന്ന ഒരാളുമായി തർക്കിക്കുന്നത് തന്റെ പദവിക്ക് ചേർന്നതല്ലെന്ന നിലപാടിലായിരുന്നു സ്റ്റാലിൻ. വിജയിയെ അവഗണിക്കുന്നതിലൂടെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നീക്കങ്ങളെ ഒരു ഗൗരവമുള്ള ഭീഷണിയായി കണക്കാക്കുന്നില്ലെന്ന് വരുത്തി തീർക്കാനും സ്റ്റാലിൻ ശ്രമിച്ചു. DMKയുടെ പക്കൽ ശക്തമായ ഒരു സൈദ്ധാന്തിക അടിത്തറയും കേഡർ സംവിധാനവും ഉണ്ടെന്നിരിക്കെ വിജയിയെ ഒരു വ്യക്തിപരമായ ശത്രുവായി കാണാതെ വെറും ഒരു സിനിമാ താരം എന്ന നിലയിൽ മാത്രം ഒതുക്കി നിർത്താനായിരുന്നു സ്റ്റാലിന്റെ ശ്രമം. പരസ്യമായ വാക്പോരുകൾ ഒഴിവാക്കുന്നത് വഴി വിജയ്ക്ക് ലഭിക്കുമായിരുന്ന മാധ്യമ ശ്രദ്ധയെ ഒരു പരിധിവരെ തടയാമെന്നും അദ്ദേഹം കണക്കുകൂട്ടി. എന്നാൽ ഈ അവഗണന സ്റ്റാലിന്റെ ആത്മവിശ്വാസമായിരുന്നോ അതോ വിജയിയുടെ വളർച്ചയെ കണ്ടില്ലെന്ന് നടിക്കാനുള്ള ബോധപൂർവമായ ശ്രമമായിരുന്നു എന്ന കാര്യത്തിൽ രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഒടുക്കം വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ ആ നിശബ്ദതയ്ക്ക് ലഭിച്ച മറുപടി സ്റ്റാലിന്റെ രാഷ്ട്രീയ കണക്കുകൂട്ടലുകളെ തന്നെ തകിടം മറിച്ചു കളഞ്ഞു. ഫലമോ താൻ തുടർച്ചയായി ജയിച്ചിരുന്ന, കഴിഞ്ഞ തവണ 70,000-ലധികം ഭൂരിപക്ഷത്തിൽ വൻ വിജയം നേടിയ കൊളത്തൂർ മണ്ഡലത്തിൽ TVKയുടെ പ്രതിനിധിയോട് 7,000-ലധികം വോട്ടുകൾക്ക് തോറ്റു. ഒന്ന് ഓർത്തു നോക്കൂ, ചിലപ്പോൾ വിജയിയോട് നേരിട്ട് മത്സരിച്ചിരുന്നെങ്കിൽ എത്ര ദയനീയമായ പരാജയം സ്റ്റാലിൻ ഏറ്റുവാങ്ങിയേക്കാം. എന്തൊക്കെയായിരുന്നാലും തമിഴ് ജനത ഇപ്പോൾ ഒരു ശുഭപ്രതീക്ഷയുടെ പാതയിലാണ്. വെള്ളിത്തിരയിലെ തങ്ങളുടെ നായകൻ യഥാർത്ഥ ജീവിതത്തിലും അവർക്ക് നായകനാകുമോ എന്ന് നമുക്ക് കണ്ടറിയാം. സുതാര്യവും ജനകീയവുമായ ഒരു ഭരണം തമിഴ് ജനത ആഗ്രഹിക്കുന്നുണ്ട്. പ്രത്യാശിക്കാം വിജയ് നാടിന് ഒരു നല്ല നായകനാവട്ടെ. എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? എന്തായിരുന്നാലും കമന്റ് ചെയ്യൂ. നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.